റഷ്യയിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നതിനെതിരെ കടുത്ത പ്രസ്താവനയുമായി US സെനറ്റ്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള റഷ്യയുടെ വ്യാപാര പങ്കാളികൾക്ക് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർന്ന തീരുവ ചുമത്തുമെന്ന് US സെനറ്റർ ലിൻഡ്സേ ഗ്രഹാം മുന്നറിയിപ്പ് നൽകി. റഷ്യൻ എണ്ണ വാങ്ങുന്ന ചൈന, ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് താരിഫ് ചുമത്താൻ പോകുകയാണ്. യുക്രൈൻ റഷ്യ യുദ്ധം തുടരാൻ അനുവദിച്ചുകൊണ്ട് എണ്ണ വാങ്ങുന്നത് തുടരുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ നിലംപരിശാക്കുകയും നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും ചെയ്യുമെന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഗ്രഹാം പറഞ്ഞു. റഷ്യയുടെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 80% ഈ 3 രാജ്യങ്ങളാണ് വാങ്ങുന്നതെന്നും ഇതാണ് പുടിന്റെ യുദ്ധതന്ത്രത്തെ സഹായിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ റഷ്യയുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകൾക്ക് 500% തീരുവ ചുമത്തുമെന്ന് അവകാശപ്പെടുന്ന ബിൽ നേരത്തെ ഗ്രഹാം അവതരിപ്പിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റിനും ഗ്രഹാം മുന്നറിയിപ്പ് നൽകി. പുടിൻ മുൻ സോവിയറ്റ് യൂണിയൻ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും ഗ്രഹാം കുറ്റപ്പെടുത്തി. റഷ്യയുമായി വ്യാപാരം തുടരുകയാണെങ്കിൽ ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഇത് ഈ രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നും നാറ്റോ സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം നാറ്റോ മേധാവിയുടെ ഭീഷണി ഇന്ത്യ തള്ളി. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ ഉറപ്പാക്കുക എന്നതിനാണ് പ്രധാന മുൻഗണനയെന്ന് ഇന്ത്യ അറിയിച്ചു.